ബംഗ്ലാദേശിൽ നിന്നൊരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ്. ബംഗ്ലാദേശിൽ ഭീകരാക്രമണം ഒരു തുടർക്കഥയായി മാറുന്നു. നേരത്തെ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കോക്സ് ബസാറിൽ ഒരു വ്യോമസേനാ താവളം പൂർണ്ണമായും ആക്രമിച്ച് കീഴടക്കി, അത് പൂർണ്ണമായും അഗ്നിക്കിരയാക്കി എന്നുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾ തന്നെ പുറത്തുവിട്ടതാണ്. എന്നാൽ ഇത് ആരാണ് ചെയ്തത് എന്ന് ബംഗ്ലാദേശ് സൈന്യത്തിന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അരക്കൻ ആർമിയുടെ ഒരു ശക്തി കേന്ദ്രമൊക്കെയാണ് ഇത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. അതിനുശേഷം സജ്ജീക്ക് വാലി, ബംഗ്ലാദേശിലെ സജ്ജീക്ക് വാലി പൂർണ്ണമായും 96 കോട്ടേജുകൾ അടക്കമുള്ള കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ വാർത്തയും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരുപക്ഷെ ആ വാർത്ത ന്യൂസ് ഇന്ത്യ മലയാളം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ സജ്ജീക്ക് വാലിയുടെ വാർത്തയും ഞങ്ങൾ കൊടുത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ വരുന്ന മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട്, ഇപ്പോൾ ബംഗ്ലാദേശിൽ ഭീകരരുടെ താവളങ്ങൾ അഗ്നിക്കിരയായി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു ബോംബ് ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നു. എന്നാൽ ഇത് എങ്ങനെയാണ് അവിടെ നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയയുമില്ല. ബർഗോറിയയുടെ ചപ്പൈന വാഗ്ബാഗ് ഡിസ്ട്രിക്റ്റിലെ ബർഗോറിയയിലാണ് ഈ ബംഗ്ലാദേശിലെ ഈ ബോംബ് ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നത്. ഈ ബോംബ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ജിഹാദിസ്റ്റുകൾ, അതായത് അൻസർ അൽ ഇസ്ലാം എന്ന് പറയുന്ന ആ ജിഹാദിസ്റ്റുകൾ താമസിക്കുന്ന ആ പ്രദേശത്താണ് നടന്നിരിക്കുന്നത്. അൽ ഖ്വയ്ദയുടെ ലോക്കൽ ഫ്രാഞ്ചൈസി ഇവിടെ IED ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അതായത് ബോംബുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഇത് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനാണ് ഈ ബോംബുകൾ അവിടെ ഉണ്ടാക്കിയിരുന്നത്. ആ ഒരു പ്രദേശത്താണ് ഇപ്പോൾ ബോംബ് ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നത് എന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവം ഇപ്പോൾ ബംഗ്ലാദേശ് മാധ്യമങ്ങളോടൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ട എന്നാണ് ബംഗ്ലാദേശിലെ മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള യൂനസിൻ്റെ നിർദ്ദേശം എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നു. എന്നാൽ ട്വിറ്ററിലടക്കമുള്ള മാധ്യമങ്ങളിൽ ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ചൂടപ്പം പോലെ പ്രചരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് പുറം ലോകം ബംഗ്ലാദേശിൽ ഇങ്ങനൊരു ബോംബ് ബ്ലാസ്റ്റ് അവിടെ നടന്നിരുന്നത് എന്നറിയുന്നു. ഒരുപക്ഷെ അജ്ഞാതൻ്റെ ആക്രമണമാണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ട രീതിയിലാണ്. കാരണം ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന IEDകളാണ് ഇപ്പോൾ അവിടെ പൊട്ടിത്തെറിച്ച് അവിടെ വലിയ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എത്ര പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഔദ്യോഗികമോ അനൗദ്യോഗികവുമായിട്ടുള്ള യാതൊരു സംഖ്യകളും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.